ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 4 വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച വീഡിയോ ആണ് കേട്ടോ, റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള വെയിറ്റ് ലോസ് ഡ്രിങ്ക് പറഞ്ഞുതരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സസൈസ് ചെയ്യാത്തവർക്കും വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ 4 എണ്ണം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണോ അവൈലബിൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ഉണ്ടാക്കാൻ എളുപ്പം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. 4ഉം ഈക്വൽ റിസൾട്ട് തരുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ തുടങ്ങാം. അതിനേക്കാൾ മുമ്പ് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്, ഒരു റിക്വസ്റ്റ് ആണ്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് ടെർമറിക് ടീ ആണ്, മഞ്ഞളിൻ്റെ ചായ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലിപ്പോൾ എല്ലാവരും കഴിക്കുന്നതായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. വെയിറ്റ് ലോസിന് മാത്രമല്ല നമ്മളുടെ പ്രതിരോധശേഷി നന്നായിട്ട് വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ പ്രശ്നം വന്നതിന് ശേഷം ഞാൻ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എൻ്റെ ഉണ്ണിക്ക് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ആയിട്ടല്ല, 1/4 ഗ്ലാസ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അതും വെറും വയറ്റിലൊന്നല്ല കേട്ടോ. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. വെയിറ്റ് ലോസിനാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ ഉടനെ നമ്മൾ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കണം. അതിനുശേഷം അരമണിക്കൂർ നേരത്തേക്ക് വേറെ ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതേപോലെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയുടെ ചെറിയൊരു പീസ് ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചിട്ടിടാം. പിന്നെ ചേർത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു കപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറിയൊരു ചൂടോട് കൂടി വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ മറക്കണ്ട, വെറും വയറ്റിൽ വേണം കഴിക്കാൻ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ നേരത്തേക്ക് വേറെ ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഇത് സ്കിന്നിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ കാരണം വണ്ണം കുറയാൻ മാത്രമല്ല, ഇത് നമ്മളുടെ സ്കിന്നിന് നല്ലതാണ്. ഉള്ളിൽ നിന്ന് ഗ്ലോ കൊടുക്കാനും സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് നല്ല വെയിറ്റ് ഉണ്ട്, ഒരുപാട് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ സെയിം ഡ്രിങ്ക് 2 നേരം കഴിക്കാം. ഒന്ന് രാവിലെ വെറും വയറ്റിലും പിന്നെ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം കഴിക്കാം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ. അതേപോലെ തന്നെ മുഖത്ത് പിമ്പിൾസ് ഉണ്ട്, അതേപോലെ പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കിന്ന് ക്ലിയർ ആവാനും നമുക്ക് ഈ ഡ്രിങ്ക് കഴിക്കാം. അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്ന ഡ്രിങ്കുകളിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതും ഈ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് പച്ചവെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മളിനി ചിയാ സീഡാണ് ചേർക്കാൻ പോണേ. 1.5 ടേബിൾ സ്പൂണോളം ചിയാ സീഡ് ചേർക്കാം. ചിയാ സീഡ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മളിപ്പോൾ കല്യാണ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്കിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് ചിയാ സീഡ്. അതേപോലെ നോമ്പ് കാലത്തൊക്കെ നോമ്പ് മുറിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഡ്രിങ്കുകളിലൊക്കെ ചിയാ സീഡ് കാണാം. പുറത്ത് പോയി ഒരു ജ്യൂസ് ഷോപ്പിൽ നിന്ന് ജ്യൂസ് കഴിക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും ചിയാ സീഡ്. ഇത് വെയിറ്റ് ലോസിന് ബെസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ചിയാ സീഡ് കഴിക്കണേൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കുക. 1.5 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചിയാ സീഡാണ് ഒരാൾക്ക് കഴിക്കാൻ പറ്റുക ഒരു ദിവസം. അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അതാണ് അതൊരു എന്താ പറയുക ഹെൽത്തി വേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് ഞാനിപ്പോൾ കാണിക്കുന്ന ഡ്രിങ്ക് 2 നേരം കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ രാവിലെ 1.5 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കാം. രാത്രി അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ടാക്കാം. ഇത് നമ്മൾ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ നേരത്തേക്ക് വേറെ ഒന്നും കഴിക്കാൻ പാടില്ല. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പച്ചവെള്ളം കുടിക്കില്ലേ അതേപോലെ ഉണ്ടാവുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ വെയിറ്റ് ലോസിനും അതേപോലെ തന്നെ വയറ് കുറയാനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി. അടുത്ത ഡ്രിങ്ക് എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് മാത്രമല്ല, മുടി വളരാനും നല്ല സ്കിൻ ഉണ്ടാവാനും നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന പ്രക്രിയ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലനായിട്ടുള്ള ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്ലാക്സ് സീഡ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്ലാക്സ് സീഡിൻ്റെ മലയാളത്തിൽ പറയുക ചണവിത്ത് എന്നാണ്. എല്ലാ ഷോപ്പിലും ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ വരെ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കുക.
നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ട് 1.5 ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസിൻ്റെ അളവ് ആവണ വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. വെള്ളത്തിൻ്റെ ആ ഒരു തിക്നെസ്സിനൊക്കെ നല്ല മാറ്റം വരും. ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് ഒരു ജെല്ലി ടൈപ്പ് സാധനമാണ്. നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇതൊരു ജെല്ല് പോലെയാവും. ആ ജെല്ല് ഫുൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിനേക്കാൾ മുമ്പ് ഇത് അരിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ചൂടാറി കഴിയുമ്പോൾ ഈ സീഡ് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചൂടാറിനേക്കാൾ മുമ്പ് നന്നായിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി നമുക്കിത് 2 നേരം കഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ കഴിക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അരമണിക്കൂർ നേരത്തേക്ക് വേറെ ഒന്നും കഴിക്കാതിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാക്സീഡ് ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. നമ്മളിത് മുഖത്തിട്ട് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല ഗ്ലോ ആവും. തലയിലിട്ട് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും, പോയ മുടി തിരിച്ചു വരും, മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കൺട്രോൾ ആവും. ഇതേപോലെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഫുഡിലൊക്കെ ചേർത്തിട്ട് കഴിക്കാം. ചെറുതായിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഫുഡിലൊക്കെ ചേർത്തിട്ട് കഴിക്കാം വണ്ണം കുറയാൻ വേണ്ടിയിട്ട്. വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡ് എങ്ങനെ കഴിക്കാം എന്നൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് പല രീതിയിൽ എങ്ങനെ കഴിക്കാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം എടുക്കാം. അധികം ചൂടുണ്ടാവാൻ പാടില്ല, കാരണം നമ്മളിതിൽ തേൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേൻ ചേർക്കുമ്പോൾ തേനിൻ്റെ ആ ഒരു ഗുണമൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുള്ള വെള്ളം എടുക്കാൻ പറയണത്. നല്ല ചൂടുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ തേനിൻ്റെ ഗുണം പോവും. അപ്പോൾ 1 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീരും 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതിൻ്റെ ആ ഒരു പൗഡറും ചേർക്കുക. 1 ടേബിൾ സ്പൂണോളം തേനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ചിയാ സീഡ് ചേർക്കാം. അത് ഓപ്ഷണലാണ്. ചിയാ സീഡ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ 4ാമത്തെ വെയിറ്റ് ലോസ് ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഡ്രിങ്ക് എന്ന് പറയണത് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഴിച്ചിരുന്ന ഒരു ഡ്രിങ്കാണ്. നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടൊക്കെ ഇട്ട് കണ്ടിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കഴിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഡെലിവറിക്ക് ശേഷം ആദ്യത്തെ 3 മാസം, ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതുപോലെ വെയിറ്റ് ലോസ് ഡ്രിങ്കൊക്കെ കഴിച്ചത്. ഈ ഒരു ഡ്രിങ്കാണ് ഞാൻ രാവിലെ വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊച്ചിനെ എഫക്റ്റ് ചെയ്യുമെന്നൊക്കെ ഞാൻ നന്നായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനൊരു 6 മാസമൊക്കെ ഉണ്ണിക്കൊരു 6 മാസമൊക്കെ അതിന് ശേഷമാണ് എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഇതുപോലത്തെ വെയിറ്റ് ലോസ് ഡ്രിങ്കൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞ് 3 മാസം തൊട്ടിട്ട് ഒരു 6 മാസം വരെ ഈ ഒരു ഡ്രിങ്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല കുറവുണ്ടായി വെയിറ്റിന്. ഒരു മാസത്തിൽ 5 kg വെച്ചിട്ടാണ് കുറഞ്ഞിരുന്നത് ഈ ഒരു ഡ്രിങ്ക് കഴിച്ചിട്ട്. ഫുഡ് കൺട്രോളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉണ്ണി പാല് കുടിക്കണമായിരുന്നു. ഫുഡിലൊന്നും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 മാസത്തിൽ 5 kg വരെയൊക്കെ കുറയാനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 1 മാസത്തിൽ 5 kg ഒക്കെ വെച്ചിട്ട് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് കാണിച്ച വെയിറ്റ് ലോസ് ഡ്രിങ്കിൽ വെച്ചിട്ട് കഴിക്കാനും ടേസ്റ്റ് ഈ ഒരു ഡ്രിങ്കാണ്. കാരണം തേനൊക്കെ ചേർത്തുകൊണ്ട് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. മഞ്ഞൾ ചായയൊക്കെ ചിലപ്പോൾ തുടക്കക്കാർക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ കഴിക്കാൻ ടേസ്റ്റും ഈ ഒരു ഡ്രിങ്ക് തന്നെയാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ലെമണും ഹണി എന്നൊക്കെ പറയുന്നത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ ആ ഒരു വൈറ്റമിൻസും മിനറൽസും നമുക്ക് കിട്ടും. അതേപോലെ തന്നെ കറുകപ്പട്ട പൊടിച്ചത് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങളൊക്കെ ഉള്ളൊരു കാലമാണ്. പുതിയ രോഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് മാത്രമല്ല, ഇതേപോലത്തെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 4 വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് ഏതാണോ ഉണ്ടാക്കാൻ എളുപ്പം അതിനനുസരിച്ച് ഉണ്ടാക്കി കഴിക്കുക. നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയാൻ പോവുകയാണ്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടമായി, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഈ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.